Most welcome to the most wanted. രണ്ട് സംസ്ഥാനങ്ങളിൽ ഹരിയാനയിലും ജമ്മു ആൻഡ് കാശ്മീരിലും തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. നാളെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരും. രാവിലെ തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. ഇതിനോടകം വോട്ടിംഗ് പൂർത്തിയായ അവസാന ഘട്ടത്തിൽ വൈകിട്ട് 6-6:30 മണിയോടുകൂടി പ്രവചനങ്ങളെന്നല്ല, സർവേ റിപ്പോർട്ടുകൾ, പോസ്റ്റ് പോൾ സർവേയും പ്രീ പോൾ സർവേയും റിപ്പോർട്ടുകൾ 10-13 എണ്ണം പ്രസിദ്ധീകരിച്ചു. അവരിൽ ഹരിയാനയിൽ കോൺഗ്രസ് തൂത്തുവാരും, സെറ്റ് ഔട്ട് വിക്ടറി ആയിരിക്കും ഹരിയാനയിൽ കോൺഗ്രസിനുണ്ടാവുക എന്നാണ് ബഹുഭൂരിപക്ഷമെന്നല്ല എല്ലാ സർവേകളും സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ജമ്മു ആൻഡ് കാശ്മീരിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. സംസ്ഥാന പദവി നേടിയതിന് ശേഷം ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. അവിടെയും തൂക്ക് ഹാങ് അസംബ്ലി വരുമെന്നാണ് സർവേ ഫലങ്ങൾ പൊതുവെ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ എൻ്റെ നിരീക്ഷണത്തിൽ ഹരിയാനയിൽ കോൺഗ്രസ് തൂത്തുവാരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ ജമ്മു ആൻഡ് കാശ്മീരിലും നാഷണൽ കോൺഫറൻസും കോൺഗ്രസും കൂടി ചേർന്നാൽ മാത്രം അവിടെ ഇന്ത്യ മുന്നണി ഭരണം സ്ഥാപിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്നാണ്. അപ്പോൾ ഈ ഹരിയാനയിൽ കോൺഗ്രസ് തൂത്തുവാരും, ജമ്മു കാശ്മീരിൽ തൂക്ക് മന്ത്രിസഭ, നിയമസഭ എന്നൊക്കെ കൃത്യമായി പ്രവചിച്ചിട്ടുള്ള കൃത്യമായിട്ട് സർവേ ചെയ്തിട്ടുള്ള മറ്റൊരു ദൈനിക് ഭാസ്കർ എന്ന സൈക്കോളജിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. 90 അംഗ സഭയിൽ 44 മുതൽ 54 വരെ സീറ്റുകൾ കോൺഗ്രസ് നേടുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. 19-നും 29-നും ഇടയിൽ സീറ്റുകൾ BJP ഇവിടെ നേടുമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ പ്രവചനം. കർഷക സമരവും ഗുസ്തി താരങ്ങളുടെ പ്രക്ഷോഭവുമാണ് ഹരിയാനയെ ഈ കോൺഗ്രസിൻ്റെ തൂത്തുവാരലിന് വിധേയമാക്കുന്ന സംഭവങ്ങൾ എന്ന് നമുക്ക് എടുത്തു പറയാം. കർഷക സമരം തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദിശാസൂചകമായിട്ട്, ടെസ്റ്റിംഗ് ടേണായിട്ട് പ്രവർത്തിച്ചത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ കർഷകർക്ക് ഒരു സമൂഹത്തെ എങ്ങനെ മാറ്റിമറിക്കാമെന്നുള്ളതിൻ്റെ മകുടോദാഹരണമാണ് ആ തെരഞ്ഞെടുപ്പ്. പിന്നെ ചന്ദ്രബാബു നായിഡുവിൻ്റെയും നിതീഷ് കുമാറിൻ്റെയും കാലു വണങ്ങിയാണ് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും പോസ്റ്റ് പോൾ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടാക്കിയ അലയൻസ് പ്രകാരം BJP ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത്. എന്തായാലും ഹരിയാനയിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ കർഷക സമരം, അതുപോലെ ഗുസ്തി താരങ്ങളുടെ മാസങ്ങളോളം നീണ്ട സമരം, ഇത് രണ്ടും BJPക്ക് എതിരായ വികാരമായിട്ട് അവിടെ വളർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ്സിന് തൂത്തുവാരാനുള്ള ചാൻസ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവില്ല. നേരെ മറിച്ച് ജമ്മു ആൻഡ് കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടാണ് അവിടെ സംസ്ഥാന പദവി ലഭിച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇവിടെ നാഷണൽ കോൺഫറൻസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ചേർന്ന അലയൻസിന് 40 സീറ്റുകൾ വരെ കിട്ടാൻ സാധ്യതയുണ്ട് 90 അംഗ സഭയിൽ. പിന്നീട് PDPക്ക് 4 മുതൽ 7 വരെ സീറ്റുകൾ ലഭിച്ചേക്കാം. മറ്റുള്ളവർ ഒരു 10, 15, 12-നും 16-നും ഇടയിൽ അംഗസംഖ്യ ഉണ്ടാകാം എന്നാണ്. അപ്പോൾ ഇവിടെ ഇന്ത്യ മുന്നണിക്കാണ് വിജയം ഒരുക്കി വച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെയും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്നാണ് പൊതുവെ നിരീക്ഷണങ്ങളെല്ലാം വന്നിട്ടുള്ളത്.
വളരെ പ്രത്യേകതയായിട്ടുള്ളത് സംസ്ഥാന പദവി നേടിയതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനമാക്കണമായിരുന്നോ അതോ പ്രത്യേക പദവി 370 ആർട്ടിക്കിൾ 370 പ്രകാരമുള്ള പ്രത്യേക പദവിയായിരുന്നോ കാശ്മീരിലെ ജനങ്ങൾക്ക് ഇഷ്ടം എന്ന് വ്യക്തമായ സൂചന നൽകേണ്ടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്, ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് അവിടെ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നാഷണൽ കോൺഫറൻസ്, ഫറൂഖ് അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ചേർന്ന് മാത്രം PDPയുടെയോ മറ്റ് സ്വതന്ത്രന്മാരുടെയോ പിന്തുണയില്ലാതെ തന്നെ ഈ രണ്ട് പാർട്ടികൾക്കുമായിട്ട് അവിടെ മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷം കിട്ടുമെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യത്തെ ജനഹിത പരിശോധനയാണ് നടക്കുന്നത്. അത് കേന്ദ്രത്തിൻ്റെ മൂക്കിന് തൊട്ടു താഴെയുള്ള ഹരിയാനയിലും അതോടൊപ്പം തന്നെ അങ്ങ് അകലെ നമ്മുടെ തലക്കെട്ടായി നിൽക്കുന്ന ജമ്മു കാശ്മീരിലുമാണ്. ജമ്മു കാശ്മീർ ഉണ്ടാക്കിയതും BJPയാണ്. ആ ഉണ്ടാക്കിയതിൽ BJPയോട് ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിലെ സൂചനയായി നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഹരിയാനയിൽ ക്ലിയർ കട്ട് ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസും ജമ്മു ആൻഡ് കാശ്മീരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നാഷണൽ കോൺഫറൻസും തമ്മിലുള്ള ഐക്യത്തിന് അവിടെ ഭരണം നേടാനാവുമെന്നാണ് വിനീതമായി ഒരു പ്രവചനം എന്നുള്ള രീതിയിലല്ലെങ്കിലും ഒരു നിരീക്ഷണം എന്നുള്ള രീതിയിൽ ഉറച്ച് വിശ്വസിക്കുന്നതും അത് ആ ഒരു ഉറപ്പ് തീർച്ചയായിട്ടും സമൂർത്തമായ രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ് എന്നുള്ളതുകൊണ്ടത് നേരെയാകാനാണ് സാധ്യത. നന്ദി, നമസ്കാരം. വീണ്ടും കാണാം. മോസ്റ്റ് വാണ്ടഡ്.